ഫസ്റ്റ് നമ്മൾ വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ, സർട്ടിഫൈഡ് കോപ്പീസ് ഇതൊക്കെ എന്താണെന്നും എന്തിനാണ് ഇതൊക്കെ എടുക്കണേന്നാണ് പറയുന്നത്. അതിനുശേഷം ഇതിനെല്ലാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നും പറയുന്നതായിരിക്കും. ജസ്റ്റ് 10 റുപ്പീസിന് നമുക്ക് സർട്ടിഫൈഡ് കോപ്പീസ് കിട്ടും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. എക്സാം റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം ചില സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ആണ് അല്ലേ. എല്ലാ ആൻസേഴ്സിനും അവർ മാർക്ക് ഇട്ടിട്ടുണ്ടാവുമോ, എല്ലാം കറക്റ്റായിട്ട് അവർ കൗണ്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ളത് അല്ലേ. അതുപോലെ നമ്മുടെ ആൻസർ ഷീറ്റ്സൊക്കെ നമുക്കൊന്ന് കാണണമെന്നുണ്ടാവില്ലേ. അതിനൊക്കെ ആയിട്ട് ICAI പ്രൊവൈഡ് ചെയ്യുന്ന ചില ഫെസിലിറ്റീസാണ് ഇതൊക്കെ. ചില കുട്ടികളുടെ ഡൗട്ടാണ് ഇതിൽ റീവാലുവേഷൻ ഏതാണെന്നുള്ളത്. നമ്മൾ 12th കണ്ട പോലത്തെ റീവാലുവേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും ഇവിടെയില്ല. റീകൗണ്ടിങ് ആണ് ഉള്ളത്. അതാണ് വെരിഫിക്കേഷൻ. ഒന്നും കൂടി ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് മാർക്ക് ഇടുക, അതല്ല ഇവിടെയുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ ആൻസേഴ്സും അവർ മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് എങ്ങാനും മാർക്ക് ഇടാൻ അവർ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് മാർക്ക് ഇടും. ആഡിങ് മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഒന്നുകൂടിയും പറയുകയാണ്, റീവാലുവേഷൻ അല്ല റീകൗണ്ടിങ് ആണ് നോക്കുന്നത്. ഒന്നും കൂടി ആൻസേഴ്സ് ചെക്ക് ചെയ്യല്ല, ഏതെങ്കിലും ആൻസറിന് മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ, ഏഡിങ് മിസ്റ്റേക്സ് വല്ലതും ഉണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുക. ഇതിന് പെർ പേപ്പർ 50 റുപ്പീസാണ് വരുന്നത്. നമുക്ക് ഫൗണ്ടേഷൻ്റെ 4 പേപ്പേഴ്സും പിന്നെ ഇൻ്ററും ഫൈനലിനും ഒക്കെ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് സർട്ടിഫൈഡ് കോപ്പീസ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഷീറ്റ് അവരെങ്ങനെയാണോ ഇവാലുവേറ്റ് ചെയ്ത് അതേപോലെ നമുക്ക് അവർ തരും. അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് അവർ ഇമെയിലിലേക്ക് അയച്ചു തരും. അപ്പം നമുക്ക് കറക്റ്റ് എവിടെയൊക്കെയാണ് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, വിചാരിച്ച സ്ഥലത്തൊന്നും മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതൊക്കെ മനസ്സിലാക്കി സജസ്റ്റഡ് ആൻസേഴ്സായിട്ട് കമ്പയർ ചെയ്യുക. പാസ്സാവാത്ത കുട്ടികളാണെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ്ഫുൾ ആവുക. പാസ്സായ കുട്ടികൾക്കും വേണമെങ്കിൽ എടുത്ത് വെക്കാം, എന്തിനായിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ ഞാൻ എടുത്ത് വെക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അടുത്ത ഓപ്ഷൻ ഇൻസ്പെക്ഷൻ ആണ്. നമുക്ക് ഈ സോഫ്റ്റ് കോപ്പി കിട്ടില്ലേ, ഇത് നമ്മുടെ അവിടെ പോയി ഫിസിക്കലി നമ്മൾ പോയി ചെക്ക് ചെയ്യലാണ് ചെയ്യുന്നത്. ഒരു ടൈം അവർ അലോക്കേറ്റ് ചെയ്യുക, ടൈമിൻ്റെ ഉള്ളിൽ നോക്കണം എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. വീട്ടിലിരുന്നാൽ കിട്ടില്ല, അവിടെ പോകണം നോർത്തിലേക്ക്. അതുകൊണ്ട് അത് നല്ല ഓപ്ഷനല്ല. സർട്ടിഫൈഡ് കോപ്പീസ് എടുക്കലാണ് ബെസ്റ്റ് ഓപ്ഷൻ. സർട്ടിഫൈഡ് കോപ്പീസ് പെർ പേപ്പർ 100 റുപ്പീസാണ്. ടംബൊക്കെ അത് 500 റുപ്പീസായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ആദ്യം നമുക്ക് വെരിഫിക്കേഷൻ നോക്കാം. SSP ലോഗിൻ സെർച്ച് ചെയ്യുക. SRO നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ വരും. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻ, ആർട്ടിക്കൽ ഫംഗ്ഷൻ, എക്സാം ഫംഗ്ഷൻ എന്ന് കാണാനായിട്ട് പറ്റും. വെരിഫിക്കേഷൻ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോം വന്നിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ നമ്പർ, നെയിം തുടങ്ങിയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ അവിടെ ആപ്ലിക്കേഷൻ ടൈപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്യണം ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. വെരിഫിക്കേഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു PDF ഓപ്പൺ ചെയ്യാനായിട്ട് വരും. ഇൻസ്ട്രക്ഷൻസ് ആണ് അതിലുള്ളത്, എല്ലാവരും വായിച്ച് നോക്കണം. ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം ആ ബോക്സ് ടിക്ക് ചെയ്യണം. PDF മുഴുവനായിട്ടും എല്ലാവരും വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. റിസൾട്ട് വന്ന് 1 മന്തിനുള്ളിൽ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യണം. വെരിഫിക്കേഷനും സർട്ടിഫൈഡ് കോപ്പീസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഇതിൽ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പേഴ്സിൻ്റെ വെരിഫിക്കേഷൻ ആണോ കിട്ടേണ്ടത് അതെല്ലാം ഒരുമിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അക്കൗണ്ട്സിനും ലോയ്ക്കും വെരിഫിക്കേഷൻ ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ അത് രണ്ടും സെലക്ട് ചെയ്യണം. അല്ലാണ്ട് നിങ്ങളിപ്പോൾ അക്കൗണ്ട്സിന് വെരിഫിക്കേഷൻ കൊടുത്തു എന്നിട്ട് നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് തോന്നാണ് ലോക്കും കൊടുക്കണം, അത് പറ്റില്ല. വെരിഫിക്കേഷൻ ഒരിക്കലേ പറ്റുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ PDF ഫസ്റ്റ് പോയിന്റ്സ് നോക്കി നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് പറയാം, ഒരു അറ്റംപ്റ്റിൽ ഒരു വട്ടം മാത്രമേ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഫോം വരില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സിൻ്റെ വെരിഫിക്കേഷൻ വേണോ അതെല്ലാം ഒരൊറ്റ വട്ടം തന്നെ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നെങ്കിൽ സർട്ടിഫൈഡ് കോപ്പീസിന് അല്ലെങ്കിൽ ഇൻസ്പെക്ഷന്, രണ്ടിലേതെങ്കിലും ഒരെണ്ണത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വേറൊരു കുട്ടിയുടെ ഡൗട്ടാണ്, നമുക്ക് ഒരു പേപ്പറിന് വെരിഫിക്കേഷൻ വേണം, 2 പേപ്പേഴ്സിന് സർട്ടിഫൈഡ് കോപ്പീസ് വേണം, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. നമുക്ക് എങ്ങാനും മാർക്സ് വല്ലതും ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മുടെ ഫീസ് അവർ റീഫണ്ട് ചെയ്യും. അതിനുള്ള നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കണം. വെരിഫിക്കേഷൻ പെർ പേപ്പർ 50 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പേപ്പേഴ്സ് അനുസരിച്ചുള്ള ഫീസ് അവിടെ വരുന്നുണ്ടാവും. അത് നമ്മൾ എഗ്രി ഒക്കെ കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യാം. സർട്ടിഫൈഡ് കോപ്പീസ് അപ്ലൈ ചെയ്യാൻ വെരിഫിക്കേഷൻ്റെ സെയിം പ്രൊസീജിയേഴ്സ് ആണ്. ഫീസ് വരുന്നത് പെർ പേപ്പർ 100 റുപ്പീസാണ്. SSP ലോഗിൻ ചെയ്ത് എക്സാം ഫംഗ്ഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ ടൈപ്പിൽ സർട്ടിഫൈഡ് കോപ്പീസ് സെലക്ട് ചെയ്യുക. PDF നല്ലോണം വായിച്ച് മനസ്സിലാക്കി ടിക്ക് ചെയ്യുക. എന്നിട്ട് പേപ്പേഴ്സ് സെലക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഫീസ് പേ ചെയ്യുക, അഗ്രി ചെയ്യുക, സബ്മിറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം പേപ്പറിന് വെരിഫിക്കേഷനും സർട്ടിഫൈഡ് കോപ്പിയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു പേപ്പറിന് സർട്ടിഫൈഡ് കോപ്പി അപ്ലൈ ചെയ്യുമ്പോൾ
അത് ഓൾറെഡി അവർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അത് നമുക്ക് തരാം. അതായത് നമുക്ക് ലോണിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷന് നമ്മൾ അക്കൗണ്ട്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലോ കൊടുക്കണം വേണ്ട, നമ്മൾ സർട്ടിഫിക്കറ്റ് കോപ്പിക്ക് അപ്ലൈ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി അവർ റീകൗണ്ട് ചെയ്തിട്ടാണ് നമുക്കത് തരിക. അപ്പോൾ വീണ്ടും നമ്മൾ വെരിഫിക്കേഷൻ ഈ സെയിം പേപ്പറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. വെരിഫിക്കേഷന് കൊടുക്കുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടില്ല, പക്ഷേ സർട്ടിഫിക്കറ്റ് കോപ്പിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞിട്ടാണ് കിട്ടാന്ന്. എല്ലാവരും മാക്സിമം SSB വരെ തന്നെ നോക്കുക. ഇനി ആർക്കെങ്കിലും 10 റുപ്പീസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ RTI വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി RTI ത്രൂ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. RTI ഓൺലൈനിൽ സെർച്ച് ചെയ്യുക. ടോപ്പ് ലെഫ്റ്റിൽ സബ്മിറ്റ് റിക്വസ്റ്റിന് കാണാൻ പറ്റും. ഇതെല്ലാം ക്ലിയറായി വായിച്ചു നോക്കിയതിന് ശേഷം ആ സ്മോൾ ബോക്സിൽ ടിക്ക് ഇടുക, പിന്നെ സബ്മിറ്റ് ചെയ്യുക. നമുക്കൊരു OTP വരും. അപ്പോൾ അതിനായിട്ട് ഇമെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ ആ സെക്യൂരിറ്റി കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. OTP സബ്മിറ്റ് ചെയ്യാം. ഈ ഫോം കംപ്ലീറ്റ്ലി നമ്മൾ ഫില്ല് ചെയ്യണം. ചില ഡീറ്റെയിൽസ് ചിലപ്പോൾ അതിൽ വരും, ബാക്കി ഇതൊക്കെ ഫില്ല് ചെയ്യണം. ഈ ബേസിക് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാനുണ്ട്. ലെറ്ററിൽ നോർമലി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരിക്കണം, നെയിം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പിന്നെ ഏതൊക്കെ പേപ്പേഴ്സാണ് സർട്ടിഫിക്കറ്റ് കോപ്പീസ് വേണ്ടതെന്നുള്ളത് ഉണ്ടായിരിക്കണം. ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു റിക്വസ്റ്റ് ലെറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ഫോളോ ചെയ്ത് ലെറ്ററിന് DM ചെയ്താൽ മതി. ഇവിടെ അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യുക, സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക.